വിദ്യാർത്ഥികളെ +2 അറബിക്കിൻ്റെ ആൻസർ കീ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. സ്ഥിരമായി ചോദിക്കുന്ന ധാരാളം ചോദ്യങ്ങൾ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എസ്സെ, ഇന്നലെ പറഞ്ഞ അതേ എസ്സെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഖൈറുള്ള, അതിൻ്റെ മുദക്കറത്തിൻ്റെ ഇസ്തിഹ്സാനി ആസ്വാദനക്കുറിപ്പ്. അതേപോലെ കേരളത്തിലെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എസ്സെ നാം പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നലെ KM കോട്ടക്കൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ ധാരാളം ചോദ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതേ വൺ വേർഡ് ചോദ്യങ്ങൾ ആവർത്തിച്ചു എന്നുള്ളതാണ്. ഖൈറുള്ള, നാമോ ലാ തസ്തീഖുലു, ഷർത്തിയിൽ മുറൂർ, ലാ തുലുംനി, ഐനൽ മഫർ, ഇതേപോലെയുള്ള ധാരാളം ചോദ്യങ്ങൾ. മുഹിയുദ്ദീൻ ആലുവായി എവിടെയാണ് ജനിച്ചത്? കൃത്യമായിട്ട് നാം ഇന്നലെ നമ്മുടെ പേജിൽ കൃത്യമായി ഇത് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതേ ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നു. നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ KM കോട്ടക്കൽ എന്നുള്ള 2 പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നാം ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിലെത്തുകയുള്ളൂ. നോക്കാം, ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഖൈറുള്ള എന്നതിന് അനുയോജ്യമായത് ഏതാണ്? NK അഹമ്മദ് മൗലവി. ഖൈറുള്ളയുമായി ബന്ധപ്പെട്ടുള്ളത് NK അഹമ്മദ് മൗലവി. നാമു വലാ തസ്തൈഖിലു, ആൻസർ ഏതാണ്? മാറൂഫ് റസാഫി. ഷിർത്തിയിൽ മുറൂർ, മഹ്മൂദ് തൈമൂർ. ലാ തലുംനി, ജരീസ് ദമൂസ്. ഐനൽ മഫർ, താരിഖ് ബിനു സിയാദ്. അടുത്ത ചോദ്യം, യുസമൽ മക്കാനു ഷാത്യു ദഹബി, സ്വർണ്ണതീരം എന്നറിയപ്പെടുന്ന സ്ഥലം ബുവാറാണ്. ഓപ്ഷനിൽ ബുവാർ കാണുന്നില്ല, മൂന്നാറായിരിക്കും ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, ഐന വുലിദ മുഹിയുദ്ദീൻ ആലുവായി. മുഹിയുദ്ദീൻ ആലുവായി എവിടെയാണ് ജനിച്ചത്? വലീത്തുനാട്, വെല്ലിംഗ്ടൺ ദ്വീപിലാണ് ജനിച്ചത് അല്ലേ? മൻഹുവ ഫാത്തിഹുൽ അൻഡലുസ്, അൻഡലുസ് കീഴടക്കിയത് ആരാണ്? താരിഖ് ബിനു സിയാദ്. താരിഖ് ബിനു സിയാദാണ് ആൻസർ. 9ാമത്തെ ചോദ്യം, ലോക അറബി ഭാഷാ ദിനമായി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് എന്നാണ്? ഡിസംബർ 18. 10ാമത്തെ ചോദ്യം, മുഹിയുദ്ദീൻ ആലുവായി എവിടെ നിന്നാണ് PhD കരസ്ഥമാക്കിയത് എന്നുള്ളതാണ്. എവിടെ നിന്നാണ്? ജാമുൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD കരസ്ഥമാക്കിയിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം, ബി ഐ ഇസ്മിൻ വസഫ ഷായർ വതനുഹു കേരള. നമ്മുടെ കവി തൻ്റെ ജന്മനാടിനെ ഏത് പേരിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഖൈറുള്ള അല്ലേ? ഖൈറുള്ള എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? ആരുടെ വാഗ്ദാന ലംഘനത്തിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്? ആൻസർ താരിഖ് ബിനു സിയാദ്. താരിഖ് ബിനു സിയാദ്. കുട്ടികളെ, ഇതിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യണേ. കുട്ടികൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യം ആശംസ അറിയിക്കാനാണ്. യോമു സിഫാഫ് എന്താ പറയുക? ബറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ വജമ ബൈനക്കുമ ഫി ഖൈർ. ഈദുൽ അദ്ഹ, ഈദ് മുബാറക് എന്ന് പറഞ്ഞാൽ മതി. ആമിൻ ജദീദുൻ, കുല്ല ആമിൻ വഅൻതും ബി ഖൈർ. അടുത്ത ചോദ്യം, മുബ്തദ ഖബർ വേർതിരിക്കാനാണ്. ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അൽ ബദുറു മുനീറുൻ. അൽ ബദുർ എന്നുള്ളത് മുബ്തദാണ്, മുനീർ എന്നുള്ളത് അതിൻ്റെ ഖബറാണ്. അടുത്തത് അത്വാലിബാത്തു എന്നുള്ളത് മുബ്തദാണ്, മുജ്തഹിദാത്തുൻ പരിശ്രമിക്കുന്നവരാണ്. പെൺകുട്ടികൾ പരിശ്രമിക്കുന്ന കുട്ടികളാണ് അല്ലേ? മുജ്തഹിദാത്ത് ഖബറാണ്. അടുത്തത് അൽ അറബിയത്തു മുബ്തദ, അതിൻ്റെ ഖബർ ലുഗത്തുൻ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വരികളും അതിൻ്റെ ആശയങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുക. ഓക്കെ, 3 വരികൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തേൻ്റെ ആശയം ഏതാണ്? മഹബ്ബത്തുൽ ലുഗ, അതാണ് ആൻസർ. രണ്ടാമത്തത് ഇൻഷാദുൽ വാലിദ. മൂന്നാമത്തത് യുക്സിറു ഇസ്സുൽ ലുഗ. ഓക്കെ കുട്ടികളെ, ഇനി ഏതെങ്കിലും ആൻസർ അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല KM കോട്ടക്കൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്